ഒരു ഇലക്ഷൻ എന്തോ ഒരു മാറ്റമുള്ള പോലെ സാർ തോന്നിയോ? തീർച്ചയായും എന്താണ് ആ മാറ്റം സാർ? മാറ്റം ഈ ഒരു 10 വർഷത്തിന് ശേഷം UDF തിരിച്ചു വരും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എനിക്ക് നല്ല ഫസ്റ്റ് റോ ഉണ്ട്, ടീം ഓഫ് ലീഡേഴ്സ് ഉണ്ട്, നല്ല സെക്കൻഡ് റോ ഉണ്ട്, നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും കൂടി ഞങ്ങൾ ഒരു വലിയ ടീമായിട്ട് അപ്പൊ നല്ല ടീമായിട്ട് വർക്ക് ചെയ്യും. ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാധാരണ എല്ലാവരും പറയും എനിക്ക് കുടുംബം പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. പക്ഷെ കുടുംബം ശ്രദ്ധിക്കും. ശ്രദ്ധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം ശ്രദ്ധിക്കാത്തവന് നാടെങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റണം? മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ. ആ പുസ്തകങ്ങളെല്ലാം നന്നായിട്ട് വായിക്കുമ്പോൾ നമുക്ക് കുറെ വിഷൻസ് കിട്ടും. നമുക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഹിസ്റ്ററി വായിക്കും, എക്കണോമിക്സ് വായിക്കും. അപ്പൊ നമുക്കൊരു വിഷൻ കിട്ടും പല കാര്യത്തെ കുറിച്ച്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ചിലര് ഭയങ്കര ഉഴപ്പന്മാരാണ്. അത് ചെയ്യില്ല, പണി ചെയ്യാതെ ശീലിച്ചു പോയി. ഞാൻ അവരെ വഴക്ക് പറയും, ഞാൻ ദേഷ്യപ്പെടും. അപ്പൊ ഇച്ചിരി അരകണ്ടായിട്ടൊക്കെ പെരുമാറുന്നാണ് അവര് പറയുന്നത്. ശരിയാണ്, അതിനകത്ത് കുറെ സത്യമുണ്ട്. ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. പിന്നെ എപ്പോഴും നമ്മളെപ്പോഴും നവീകരിച്ചുകൊണ്ടിരിക്കണം, റീഫോം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളാണ് കറക്റ്റ്, ഇതാണ് അവസാന വാക്കെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. കോൺഗ്രസിന്റെ ഒരു പോളിസിയും എല്ലാം അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ്. കൂടുതലും ടീം ബേസ്ഡ് ആണ്. ഒറ്റയ്ക്കൊന്നും ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞാലും നീക്കില്ല. ചിലപ്പോ യങ്സ്റ്റേഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യും. എനിക്ക് നിന്റെ പാർട്ടി ചേരണം, നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാണ്. ബ്രെയിൻ ഡ്രെയിൻ ഈസ് ഹാപ്പനിങ്. പിള്ളേരെല്ലാം പുറത്തേക്ക് പോകും. അപ്പൊ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം അവർക്ക് ഇവിടുത്തെ കോഴ്സുകൾ ഔട്ട്ഡേറ്റഡ് ആണ്. എന്തൊരു ബുദ്ധിമാനാണ് നിങ്ങളുടെ മുതലാളി. അപ്പോഴേ കണ്ട് പടി. ഏറ്റവും പ്രശ്നം ഭക്ഷണമല്ല, പ്രശ്നം സ്ലീപ്പാണ്. ഉറക്കം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇപ്പൊ? അത് ചിലപ്പോ 2 മണിക്കൂർ, ചിലപ്പോ 3 മണിക്കൂർ, ചിലപ്പോ 4 മണിക്കൂർ, 5 മണിക്കൂർ കിട്ടിയാൽ ഹാപ്പിയാണ്. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ഇഫ് യു ആർ കമ്മിങ് ടു പവർ വിത്ത് ഒരു ഭൂരിപക്ഷമായിട്ട് വരുമ്പോ ഞങ്ങള് നാട്ടുകാർക്ക് അറിയേണ്ട ഒരു കാര്യം, ആരെയായിരിക്കും CM? സാർ ആണോ? അല്ല, അതെന്താ അത് നല്ല ചോദ്യമാണ്, നല്ല പണി തരുന്ന ചോദ്യമാണെന്ന് എനിക്കറിയാം. ആകാൻ സാധ്യത ഇല്ലായ്മ കുറവില്ലാതില്ല.